അകം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ. മാണിക്കക്കല്ലേ ഞാൻ നിന്നെ മറക്കില്ല. പരത്തി കുറച്ച് ഏറിയിക്കണേ, മാളും പരത്തിയാൽ ആയിട്ടില്ല. രാവിലെ കടി പ്രത്യേകിച്ച് ഓട്ടട അങ്ങനത്തെ ഒക്കെ കടിയാണെങ്കിൽ എന്താ ചെയ്യുന്നറിയോ, ഞാൻ ഇങ്ങനെ ചുട്ടുകാണ്ട് ഒരു 6-7 തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഓട്ടട. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും മഴയൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ച് എല്ലാവരും വലിയ ബേജാറിലാണ്. പടച്ചോൻ കാക്കട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മാളവിടെ ചെറിയ ഒരു പണിയിലാണ്. എന്താ പണി എന്നുള്ളത് നമ്മളാണ്ട് അടുക്കളയ്ക്ക് പോയി വെക്കുക. അപ്പോൾ അടുക്കളയിലാണ് ചെറുതായിട്ട് ഇങ്ങ് ഊഹിക്കുക, എന്നാൽ നിങ്ങൾ ഊഹിച്ചത് ആയിക്കോളണമെന്നില്ല. ഏതായാലും നമ്മൾ അടുക്കളയ്ക്ക് പോയി വെക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യലേക്ക്, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എന്താണെന്നറിയില്ല, അടുക്കളയ്ക്ക് പോയേക്കാം മാളൂർ എന്താ പണി എന്നുള്ളത്. സ്പെഷ്യലി ഐറ്റംസ് ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. പാതിര നേരായി. പൊന്നൂസ് അവിടെ ഉണ്ടോ? അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ ഒരു 10 രൂപ മറന്നു വെച്ചിരിക്കണേ. ഫുഡ് ഇതാണ്. എന്താണ് സാധനം? എന്താ? ഗോതമ്പത്തിരിയാണ്. തേങ്ങ ചെല്ലി കഴിഞ്ഞാ എന്താ ബാക്കിയില്ല, ഫുള്ള് കഴിഞ്ഞാ. എന്താ സംഭവം എന്താ നിങ്ങള് ആ തേങ്ങ ചരട്ടിയും കളഞ്ഞില്ലേ? ഒരു പ്രത്യേക ഐറ്റം മധുരമുള്ള തേങ്ങയാണ്. എന്താ പറയാ, അതാണ് ഞാന് ഒരു മുറിയെ ചരണ്ടിട്ടുള്ളു. ബാക്കി ഓന അതിന്റെ ബാക്കി ചരണ്ടി കഴിച്ച് ക്യാമറ തോത്തിക്കാണ് ക്ലിയർ ഇല്ലേ? എന്താ സംഭവം അറിയോ, നമ്മളെ തെങ്ങുമ്പത്തെ തേങ്ങതാ പെരുമധുരാണ്. നമ്മള് തേങ്ങനെല്ലാം കുടിക്കുമ്പോ അത്ര കട്ടമധുര പഞ്ചസാര തേങ്ങയും കൂടി കുഴച്ചാ ഇങ്ങനെ അതേ മേലത്തെ മധുരം. അപ്പൊ ആ തേങ്ങയാണ് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചുടല്. കുറച്ചിങ്ങനെ എണ്ണക്കാക്കിയിട്ട് അടിപൊളി പായസായിട്ട് എങ്ങനെ അല്ല ചപ്പാത്തി ആണ് ഇങ്ങനെ തിന്നുകാണ്ടേ തിന്നണ സഹായില്ല. ഇത് രണ്ടാമത്താണ് പിന്നെ ഒരട്ടം ഞാൻ ഇങ്ങോട്ട് ഒക്കെ പറഞ്ഞപ്പോ ഇപ്പാക്ക് ഇതിതാ തളിച്ച വെള്ളം ഒഴിച്ചാണ്ട് ഇങ്ങനെ ഒഴിച്ച, എന്നിട്ട് കുറച്ച് തേങ്ങ ഇടുക, ഉപ്പിട്ടാണ്ട് ഇങ്ങനെ കുഴക്കുക. ചൂടുള്ളല്ലേ ഉരുളക്ക ഇങ്ങനെ ഉരുളക്ക കുറച്ച് മേക്കാക്കിയാണ്ട ചൂടല്ലേ എണ്ണ. അപ്പൊ പൊന്നു എനിക്ക് ഇങ്ങനെ ഉരുള ഇങ്ങനെ റെഡി പൊന്നോടെ ഉരുള വെട്ടണത് പറഞ്ഞതിന്റെ കൂടി ഇത് വിലമ്പച്ച്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. ഇത്തിരി എണ്ണ ഒഴിക്കുക. ഇതിങ്ങനെ ചെയ്തിട്ട് എന്താ അറിയോ, ഇന്നലൊക്കെ ചിക്കൻ കറി ഉണ്ട്. രാവിലെ ചിക്കൻ കറി ഉണ്ട്. ഇന്നലത്തെ ചിക്കൻ കറി ഇന്നലെ ഉച്ചക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി ഇന്നലെ ബാക്കിയായില്ല. രാത്രി നമ്മൾ ആ ഫുഡ് കഴിക്കാൻ പോയപ്പോ. അപ്പൊ പിന്നെ ഇന്ന് ഉച്ചക്ക് എന്ത് ചെയ്ത്, ആ ചിക്കൻ കറി ആ ചിക്കന് ആ നെയ്ച്ചോറിൽ നിന്ന് ഉച്ചക്ക് അപ്പൊ എന്ത് ചെയ്ത് ആ ചിക്കൻ കറി ബാക്കിയായി. അപ്പൊ എന്താണ് പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് ഫുള്ള് ഇവിടെ ഒത്തിന് പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ നമ്മളെ ബൈക്ക് കേടുന്നോണ്ട് ഈ കാർ ഇങ്ങനെ എല്ലായിടത്തും എടുത്ത് പോകണ്ടേ, പണിക്ക് പോയിട്ടില്ല. അപ്പൊ ഇനി ഇറച്ചി മീനും വാങ്ങിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്ത് തട്ടിക്കൂട്ടാണ്. തട്ടിക്കൂട്ട് എന്ന് പറയുമ്പോള് ഇതാണ് ചൂടോടെ തിന്നണട്ടാ, എന്നാ നല്ല ടേസ്റ്റ് ആണ്. ചൂടില്ലെങ്കിൽ കറി വേണം, ചൂടുണ്ടെങ്കിൽ കറി വേണ്ട. അതിങ്ങനെ അടുപ്പത്തുനിന്ന് ഇങ്ങനെ തിന്നണം. ഇങ്ങനെ ചൂടുക. ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ചൂടാക്കാൻ ഒരു 10 രൂപേന്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും തോന ചായ എന്നാലും രസം ഉണ്ടാവും അല്ലേ? കുറച്ച് കുറക്കണ. പാലിനോടെ വേറുണ്ട്, ഞാൻ വിളിച്ചിട്ട് ഇല്ല. അപ്പോ ഞാൻ ഇടണ മധുരം എനിക്കറിയാം. അതിൽ ഒരു സ്പൂൺ ഇറപ്പണ ഇടല്ലേ, കുറച്ച് പോരുള്ളൂ. ഞാൻ കുടിച്ചു നോക്കണ. നിങ്ങൾ കുടിച്ചാൽ അറിയാം നല്ല മധുരം നോക്കട്ടെ. ഓവറെന്ന് വെച്ചാല് ഒരു ലേശം. നമ്മൾ പൊതുവെ കുറച്ചാണ് പഞ്ചസാര, മാളൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ മറന്നു.
എന്താണ് ചായ ഒരു പൊട്ടിക്ക് മധുരമിടൂല. ആ ഇപ്പ എന്നിട്ട് ഞാൻ കുടിച്ചൂല അറിയും. ആ അപ്പളോ ഇപ്പിടുമ്പോ കുറച്ച് തോന്നിടും. ഞാൻ ഇടുമ്പോള് ഇട്ടെന്നല്ല പറയില്ല. എന്നിട്ട് എന്നിട്ട് ഇപ്പാണ്ടിയിൽ കുറച്ചേങ്കിലും ഇടും. ഇപ്പാൻ്റെ നിങ്ങൾക്ക് അപ്പൊ കണ്ടില്ലേ ഇന്നലെ തന്നെ രാവിലെ എന്തേലും ഇങ്ങനെ എണ്ണ അധികം തേക്കൂല അങ്ങനെ അധികം എണ്ണ ഇല്ല. എണ്ണ ഓവർ തേച്ചാ പിന്നെ പൊരിക്കടി ആയി മാറൂല. ലൈറ്റ് ആയിട്ട് ഇങ്ങനെ എണ്ണ അങ്ങനെ തീ കുറച്ച് കൂട്ടിച്ചാൽ ഇങ്ങനെ പുകഞ്ഞു കൊടുക്കും. ജസ്റ്റ് എണ്ണ എന്ത് സംഭവം ഒരു കാര്യം പറയട്ടെ. അതായത് ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് ഇപ്പോഴും ഇരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ഇത് പത്തിരി ചുടുന്നതിന്റെ എന്ത് ഫുഡ് ഉണ്ടാക്കണ അതിന്റെ അടുത്ത് തന്നെ ഇരുന്ന ചൂട് കൊടുക്കണ ഇങ്ങനെ അതിങ്ങനെ കടിച്ചു തിന്നാ തിന്നല്ല തിന്ന പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. എന്താണ് വീട്ടിക്ക് പോണം പറഞ്ഞേക്ക് ചൂനൂരിക്ക് പോണം പറഞ്ഞേക്ക് അതെ തിന്നുക തിന്ന തിന്ന അപ്പൊ ഇതിങ്ങനെ അടുത്ത് ഓരോരുത്തർ തിന്നുക യഥാപത് അങ്ങനെ. അപ്പതാ ചട്ടിയിൽ ജസ്റ്റ് എണ്ണ ഒഴിക്കണ്. എണ്ണ ജസ്റ്റ് ഇങ്ങനെ തേക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി വെച്ച പത്തിരി എടുക്കുക. ഇത് പൊന്നു പരത്തിയതാ ചെറുതായിക്കണല്ലോ. ഇത് പത്തിരി പ്രസ് കവറ് കിട്ടിയതാട്ടോ. പുതിയ പത്തിരി പ്രസ് ഉണ്ട്. എനിക്ക് എത്ര പരക്കൂല തോന്നും. അപ്പൊ പൊന്നോ പൊന്നാണ് അതിന്റെ ആള്. ജസ്റ്റ് ഇതിന് മേലൊന്നും ഇങ്ങനെ നിങ്ങൾ തിന്ന ചെടിയല്ലോ. നിങ്ങൾ തിന്ന ചെടിയല്ലോ. ആ ഞാൻ ഒരു കാര്യം പറഞ്ഞത് അങ്ങ് കിട്ടാ. ഞാനേ രാവിലെ കടിനൊക്കെ പ്രത്യേകിച്ച് ഓട്ടട അങ്ങനത്തെ ഒക്കെ കടിയാണെങ്കിൽ എന്താ ചെയ്യുന്നറിയോ, ഞാൻ അങ്ങനെ ചുടുട്ടാ. ചുട്ടുകാണ്ട് ഒരു 6-7 ഒക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഓട്ടട. എന്നിട്ട് എന്നോട് എന്താ പറിച്ചിലറിയോ, ഇനി മാളോ മതി എന്താണ് ഞമ്മക്ക് എല്ലാവരും കൂടി തിന്നട്ടാ, ഇനി ഞാൻ നിർത്തിക്കണിട്ടാ, നമുക്ക് എല്ലാവരും കൂടി തിന്ന 6 തിന്നിട്ടാണ് പറിച്ചില് നമുക്ക് എല്ലാവരും കൂടി തിന്നാന്നുള്ളത്. എന്തൊരു തീറ്റയാണ്, പെരുന്തീറ്റയാണ്. തിന്നും അയ്യ അങ്ങനെ പറിച്ചില് പള്ളറച്ച് തിന്നുകാണ്ടറിയാ, ഇനി നമ്മക്ക് എണ്ണം കൂടി തിന്നാന്ന്. അത് നടക്കുവോ? ഞാൻ തിന്നോ അവിടെ വെച്ചിക്കണതാ തിന്നുകാണ്ടോ സഹായിക്കൂല. എല്ലാ സഹായവും എൻ്റെ അടുത്തുണ്ട്. ഇതല്ലേ പത്തിരി പരത്തി തരുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ടോ? ഏത് പാട്ട് പാടി ഇന്ന് പാടിയാ? എപ്പ പാടി? പാട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യോണ്ട്. നമ്മള് എന്താ പറയാ, കഴിവുള്ള ആളുകളെ നമ്മള് പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് കഴിവില്ല, എനിക്ക് പാട്ടറിയില്ല. പക്ഷെ മാളവിന് പാട്ടറിയുന്നോണ്ട് പാട്ടറിയുന്നവരും പാടുന്നവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ പാട്ട് എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പാട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യോണ്ടിട്ട്. അപ്പൊ ഇന്നാലെ വീണ്ടും ആള് പാടുള്ളൂ. ഞാൻ പാടൂല. ചെറു പാട്ടാടി കൊടുത്ത ചെറുതായിട്ട് നീ വരച്ചുള്ള ലോകമെത്ര സുന്ദരം, റാഹിമേ നിൻ കലാവൈഭവമാകയും പല അത്ഭുതം. ഞാൻ പാടിത്തരാം, ആദ്യം പാടണ്ട. ഞാദ നീ വരച്ചുള്ള ലോകമെത്ര സുന്ദരം, റാഹിമേ നിൻ കലാവൈഭവമാകയും അല അത്ഭുതം. നാദ വരച്ചുള്ള ലോകമെത്ര സുന്ദരം, താഹിമേ നിൻ കലാവൈഭവമാകയും അല അത്ഭുതം. ഇനി ബാക്കി നമുക്ക് നബിദിനത്തിന് പാടണ്ടേ? അട്ടിന്റെ കഴിഞ്ഞ് ഇനിയിപ്പോ എത്ര 2 പൂച്ച പാട്ടാടുണ്ട്. പൊന്നു എന്റെ പാട്ട് കേട്ടിട്ട് പൂച്ചയും പാട്ടാടുണ്ട്. നിർത്തി നിർത്തി ഇനി ഒന്നിച്ച് കഴിക്കാം. നിർത്തിക്കളഞ്ഞ ഒന്നിച്ച് എല്ലാരും കൂടി കഴിക്കാം. അങ്ങനെ ഒന്നുകൂടി എടുത്ത് നിർത്തും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എടുത്ത് കാണാൻ ഒന്നുകൂടി നിർത്തും. അങ്ങനെയാണ്. തേങ്ങ കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കിയാണ്ട് ചുട്ടിട്ടുണ്ടല്ലോ. ഒരു കറിയും വേണ്ട, ചിക്കനും വേണ്ട, മട്ടനും വേണ്ട, ബീഫും വേണ്ട, ചായ ഇത്
പക്ക ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ തിന്നും. ഒരു ദിവസം ഞങ്ങൾ ചോറ് വേണ്ട. നാളെ കമന്റിൽ വരൂട്ടാ, രാത്രി ഫുഡ് ലേറ്റ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ, രാത്രി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പാടില്ല. ഞാൻ പക്ഷെ ചോറ് നിർത്തിയിട്ട് ചപ്പാത്തി ആക്കാനാണ് ചുട്ട്. അന്ന് ഞങ്ങൾ ഇവിടെ മളല് വല്യമാൻ്റെ വീട്ടിൽ അവിടെ താമസിക്കുന്നു. അപ്പൊ ഞാൻ 18 കഴിച്ച്. ആ പിറ്റേന്ന് നമ്മളോട് ഉണ്ടാക്കി ചോദിച്ചു ഇനി നാളെ ഉണ്ടാക്കണ്ട കഴിച്ച്. നിങ്ങൾ ചോറ് എന്തുകൊണ്ടാ നല്ലതാണ്. സത്യം ഞാൻ പിന്നെ ഉണ്ടാക്കല് നിർത്തി. അല്ല ഇങ്ങനെ തിന്നാ പിന്നെ ചോറ് തിന്നല്ല അല്ലത്. പക്ഷെ ഇപ്പൊ ഞാൻ തിന്നല ചേട്ടാ. ഇന്ന് ഞാൻ കൊറേ സ്നാക്സും ചുട്ട് കൊടുക്കുക ക്യാമറിന്റെ മുന്നിലാണ്. ഇല്ല പൊന്നുവാ അല്ലേ? ആ ഇപ്പൊ എത്ര നിന്നു? അതിനൊക്കെ എന്റെ പൊന്നുല്ലേ, ലളിതമായ ജീവിതാണ് അല്ലേ? അതാണ് അവിടെ പറഞ്ഞു കൊടുക്ക്. പിന്നെ ഒന്ന് തുള്ളിച്ചാടിയ ദിവസമാണ് അല്ലേ? 2-3 ദിവസമായി തുള്ളിച്ചാട്ടം തുടങ്ങി. ഇന്നലെ മിഞ്ഞാന്ന് അതിന്റെ ഇന്നലെയും ഒക്കെ റെഡ് അലർട്ട് ആയിരുന്നു. എന്ത് രസല്ലേ, 5 ദിവസമായില്ലേ സുഖമായിട്ട് ഇങ്ങനെ കട്ടുമ്പോ കിടക്കാലല്ലേ. 4 ദിവസമായി. നാളെയും ദാദാ അപ്പൊ ചായ അവിടെ മറിച്ച് ചെറിയ കുട്ടികളെ മൈക്കാണ്. നിങ്ങള് കുടിച്ചോളി, എനിക്ക് ചായ ഉണ്ടാ. എനിക്ക് ചായ കുടിച്ചൂല. എനിക്കവിടെ അര ക്ലാസ് ഉണ്ട്. എന്നാലും അതിലുണ്ടാവും ഒരു മൊത്ത മനസ്സം കാട്ടണ പണി. മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു പേതുമില്ല. ചായ പോയാലും മണി എന്റെ ക്ലാസ് പൊട്ടിയിട്ടില്ലല്ലോ. ആകെ കൂടി ഉള്ളൊരു കുപ്പി ക്ലാസ് ആണ്. ഈ ഒരു കുപ്പി ക്ലാസ്സും ഉണ്ട്, പിന്നെ ഈ ഒരു കുപ്പി ക്ലാസ്സും ഉണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങൾ ആരെയും വരുമ്പോ കൊടുക്കണേ, ആരെയും വരുമ്പോ ഞങ്ങൾ തന്നെ കുടിക്കല് ഈ വെള്ള ക്ലാസ് കപ്പിലാട്ടാ. പിന്നെ ഞങ്ങളെ പ്ലേറ്റ്, ഇതാണ് ഞങ്ങളെ പ്ലേറ്റ് കണ്ടില്ലേ, ഞങ്ങളെ ക്രോക്കറി ഐറ്റംസ് ഉള്ളത്. ഇതിനും പിന്നെ കുറെ കച്ചറകള്, പിന്നെ നമ്മളെ പാത്രം കൗത്തുള്ളത്, പിന്നെ ഉള്ളിക്കൊട്ട, കോഴിമുട്ടന്റെ ഇട്ടതാ, പിന്നെ നമ്മളെ പേര് നിങ്ങൾക്ക് അറിയില്ല. എന്തോ ഒരു പേരാണ് എനിക്കറിയില്ല. ഇതിന്റെ പേര് എനിക്ക് മറന്നേനെ. പിന്നെ വെളിച്ചെണ്ണ കൊടുന്നാണ് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ആളതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചോ ഇതിക്ക്. ഞാൻ ഒഴിക്കുമെന്ന് വെച്ചാല് തട്ടിപ്പോയാൽ നമ്മുടെ കാശ് പോവും. സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ കൊടുക്കാൻ ഒഴിക്കുന്ന ആള്. കാരണം ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അഥവാ തട്ടിയാൽ എന്റെ പൈസ പോവാ. പഞ്ചസാര അതേമാതിരി കൊടുത്തിട്ട് അപ്പൊ നിന്നിട്ടിക്കണേ അല്ലേ? ഒരു രക്ഷയില്ല. ഭയങ്കര കഷ്ടപ്പെട്ട പൈസ പോവില്ല. അതാണ് അഥവാ അതാ കുപ്പിയുടെ മറിഞ്ഞാലോ. എന്നുവെച്ചാ പാൽപ്പൊടി പോയതോ ചായ ഞാൻ വീണാലും എന്റെ പത്തിരി കറിയുണ്ട്. ഇതുണ്ടെങ്കിൽ ഇവനാണ് ഇത് പരത്തി കൊടുക്കണത്. എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഇത് അവർക്ക് മാത്രമല്ല, ചെറിയ പത്തിരിയാണ് അല്ലേ? ആ വീണ് പോയി കഴിഞ്ഞ് നോക്കണ്ട, വേറെ എടുത്തോ. അപ്പൊ അടുപ്പിന്റെ എണ്ണയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഡബിള് ഈ പമ്പറന്നോളം ഇനി ഞാനാണ് ചുടാൻ പോകുന്നത് അല്ലേ? പൊന്ന് പരത്തണ സംഭവം അറിയോ? അത് ഇങ്ങനെ ആവൂലല്ലേ പൊന്നോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ ആവശ്യമില്ല അല്ലേ? ആ അപ്പോ അത് മറിക്കാനായാ? അപ്പൊ ഇതുണ്ടെങ്കില് അപ്പൊ ഇനി മാവ് ഇവിടെ ഇരുന്ന് കണ്ട് അങ്ങനെ കഴിക്കുക. ഞാൻ ഇവിടെ നിന്ന് കണ്ട് ചുട്ട് കൊടുക്കുക. കുട്ടിമോ എത്തിയിട്ടില്ല. അപ്പൊ ഇത് ചെറിയ കളർ മാറ്റം വന്നെങ്കിൽ ചായ ഉണ്ടേ? എന്തായി പറ്റല്? കയ്യെല്ലാം കഴിക്കണേ. അതാണ് ആദ്യം കൈ കഴിക്കിട്ടേ വരുള്ളൂ ഈ പരിപാടിക്ക്. ആ ഇല്ല പിന്നോ ആൻവാസ് ഇല്ല, അവിടുന്ന് അതൊക്കെ ഇട്ട് കഴിയതല്ലേ. നല്ല കുട്ടിയാണ് കേട്ടോ, അങ്ങനെ വേണം. കണ്ടിന്യൂ കേട്ടാ. എത്രാമത്തെ ചെയ്യേ? 4 അപ്പൊ ഇതുവരെ ഇവിടെ നിങ്ങളുടെ മാള് ചുട്ട് ഞാൻ തിന്ന്. ഇപ്പൊ ഞാൻ ചൂടണ്. കാരണം ഓള് പരസ്യമൊക്കെ വെച്ചിങ്ങനെ ചൂടാൻ തന്നെ ഉള്ളൂ. ചൂടാനാണ് ചട്ടിയിലിട്ടും ചെയ്തിരിക്കണേ. ആ 3 4 1 അല്ല നീ പിള്ളേരെ എടുക്കാനുള്ളൂ. എവിടെ ഓ ഓരോ ചെറുതാണ് ഇടുന്നേ പൊന്നോ.
എന്താ അങ്ങനല്ല. അതോ ഓവർ അമർത്തല് ചട്ടിന്ന് കിട്ടൂല, അല്ല പ്രസ് കിട്ടൂല. ഇത് ഏറായ ആ ഉപ്പിച്ചൂടാ ഒപ്പിച്ചാ അപ്പോൾ എണ്ണ വെക്കട്ടെ. കുറച്ച് വെച്ചാൽ മതി, ഓവർ വെക്കണേ. നല്ല ടേസ്റ്റ് കിട്ടാ. ചായ കൂട്ടി ഇങ്ങനെ ചായ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ ഇത് ഓൻ കുടിച്ചിട്ടില്ലല്ലോ. ഇത് പരത്തി കുറച്ച് ഏറിയിക്കണേ. മാള് പരത്തിയാൽ ആയിട്ടില്ല. ചെറുതായിട്ട് ഇന്ത്യന്റെ ഭൂപടം പോലെ കേൾക്കണേ. ഇനിണ്ടാ ആ ഇനി 2 റോളില് നിങ്ങളത് കേടെത്തി. ആ ഇപ്പൊ ഞാൻ കേടൊന്നും വെച്ചില്ല. പിന്നെ എന്ത് പിന്നുണ്ടാക്കണ്ടേ? പൊന്ന് തെറ്റി. ഇതെടുത്തോ, ഇതിൽ വീണതല്ലേ. അപ്പൊ ഇതേപോലെ ജസ്റ്റ് ഒന്ന് എണ്ണ കൊടുത്ത് ഒന്നും പറയാ ആഴത്ത് തേച്ചിട്ട് ഞങ്ങള് ആഴം തേച്ചിട്ട് ഈ അടുപ്പിന്റെ എണ്ണയിൽ ഇരിക്കുക പറഞ്ഞില്ലേ എല്ലാം അതൊരു ടേസ്റ്റ് തന്നെ. ആ ചൂടുള്ള പത്തിരിയും ചൂടുള്ള ചായയും പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അത് എനിക്ക് ചെറുപ്പം തന്നെ, ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഉമ്മ അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്തിരുന്നിട്ട് അങ്ങനെയാണ് കഴിച്ചത്. ഇപ്പൊ മാളും എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കുക. ഓട്ടോടൊക്കെ അങ്ങനെ കറിന്റെ ഒന്നും ആവശ്യമില്ല. കറി ആടിന് മുമ്പ് ഞാൻ കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അൽഹംദുലില്ലാ ഇനി ഇങ്ങോട്ട് ഒരുപാട് കാലം അങ്ങനെ കഴിക്കാറുള്ളേ. ഞാൻ ഉണ്ടാക്കൂല. ഈ ഭാവ ദോശയും ഓട്ടന്റെയും എന്ത് കടി ഉണ്ടെങ്കിലും നമ്മള് നെയ്സ്പത്തിരിയൊക്കെ ചുടൂല, അതൊക്കെ അങ്ങനെ വെറുതെ തിന്നും, കറിയില്ലാതെ. ഞാനും തിന്നൂല. എനിക്ക് ആ ചൂട് കൊടുക്കണ എന്തായാലും ആ ചൂട് കൊടുക്കണ കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എത്ര കഴിക്കാതെ അങ്ങനെ കഴിക്കരുത് എന്റെ അഭിപ്രായം. എന്താ വെച്ചാല് നമ്മള് കൂടുതൽ കഴിക്കും അങ്ങനെ കഴിക്കുമ്പോൾ. എന്താ വെച്ചാല് ഭയങ്കര ടേസ്റ്റുള്ള ചൂട് അടുപ്പത്ത് നിന്ന് ഇങ്ങനെ എടുക്കുമ്പോ ചൂട് കൊടുക്കണ ഒരു കറിയും വേണ്ട, മീനും ഇറച്ചിയൊന്നും ആവശ്യമില്ല, അടിപൊളി കരം. അങ്ങനെയൊക്കെയാണ്. കുട്ടിത്തമ്മേനി പാറിയകന്നല്ലോ, കൽവകം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ, മാണിക്കക്കല്ലേ ഞാൻ നിന്നെ മറക്കില്ല, മരണം വരേക്കും ഞാൻ നിന്നെ പിരിയില്ല, കുട്ടിത്തമ്മേ ഞാൻ നിന്നെ മറക്കില്ല, മരണം വരേക്കും ഞാൻ നിന്നെ പിരിയില്ല, കാലം ചെറുപ്പത്തോട്ടേറെ പിരിശത്താൽ ചെക്കനും പെണ്ണായി കളിച്ചോരല്ലേ നമ്മൾ, കാലം ചെറുപ്പം തോട്ടേറെ പിരിശത്താൽ ചെക്കനും പെണ്ണായി കളിച്ചോരല്ലേ നമ്മൾ, മഞ്ചാടിക്കാട്ടിലും മൈലാഞ്ചിത്തോപ്പിലും പാറിപ്പറന്നു വളർന്നോരല്ലേ നമ്മൾ, മഞ്ചാടിക്കാട്ടിലും മൈലാഞ്ചിത്തോപ്പിലും പാറിപ്പറന്നു വളർന്നോരല്ലേ നമ്മൾ, മാണിക്കക്കല്ലേ ഞാൻ നിന്നെ മറന്നില്ല, മരണം വരേക്കും ഞാൻ നിന്നെ പിരിയില്ല. ബാക്കിയെന്താ കിട്ടണില്ല. പണ്ടു നാം പാടിയ പാട്ടിൻ്റെ മാറ്റൊലി പാരാകെ ഇന്നും മൂയങ്ങുന്നു പൂമോളെ, പണ്ടു നാം പാടിയ പാട്ടിൻ്റെ മാറ്റൊലി പാരാകെ ഇന്നും മൂയങ്ങുന്നു പൂമോളെ, അന്നു നാം കണ്ട കീനവുകളൊക്കെയും അകതാരിൽ നിന്നും തെളിയുന്നു മെഹബൂബേ, കുട്ടിത്തമ്മേ ഞാൻ പാറിയകന്നല്ലോ, കൽവകം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ. അപ്പോൾ പാട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. അപ്പൊ മാളനോട് ഞാൻ പറയാം ഈ പാട്ട് തന്നെ പാടുന്നത് അല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ പാടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പാടിയ പാട്ട് എന്നൊക്കെ എല്ലാവരും പറയണ്ടിട്ടാ. അതെ, ഭക്ഷണം കഴിച്ചത് കമന്റ്. അപ്പൊ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണ്. ചിലവരുടെ അഭിപ്രായം എന്താ വെച്ചാ ഭക്ഷണം രാത്രി കഴിക്കരുത് എന്നൊക്കെ. രാത്രി ഭക്ഷണം കഴിക്കണം, കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ കഴിക്കണേക്ക് തോനെ കഴിക്കരുതെന്നുള്ളൂ. ഇപ്പല്ലേ പൊന്നോ
ഇപ്പൊ കഴിക്കണമെങ്കിൽ തോനെ കഴിക്കുന്നതല്ല. ഞാനും ഉമ്മയും കഴിക്കുമ്പോഴൊന്നും അലച്ചേ ഞാനും ഉമ്മല്ലേ ഉമ്മ പറയണ ഉമ്മ എത്ര കഴിക്കലോ ഇനിയോ 1.5. 1.5 അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. പൊറാട്ട കിട്ടാം, പൊറാട്ടയും പത്തിരൊക്കെ എല്ലാം 1.5. പൊറാട്ട 1.5 പൊറാട്ട എത്ര വേണമെന്ന് ആദ്യം പറിച്ചിട്ട് വന്ന് അല്ലേ? തിന്നുമ്പോ 1.5 ഒരു കഷ്ണം കൂടി കൂടും. അങ്ങനെയാണ്. നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്നു. അപ്പോ ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. പാട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടി. നിങ്ങൾ എന്തായാലും പാട്ടിനെ കുറിച്ച് കമന്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. പിന്നെ ഇവിടെ പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ കൊറേ എന്നെ കൊണ്ട് പാട്ട് അടിച്ചാൻ തുടങ്ങിയിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിങ്ങനെ ഇരുന്നാണ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാന്ന് വിചാരിക്കണേ. മഴ കൊണ്ട് ഒരുപാട് ആളുകൾ പല ഭാഗത്തും ബുദ്ധിമുട്ടുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സേഫായി പരമാവധി സേഫുള്ള ഭാഗത്ത് പോയി. മക്കളൊന്നും വെള്ളക്കെട്ടുക്കും ദയവ് ചെയ്ത് ഉമ്മാര് എത്രഞ്ഞ് മക്കള് തിരക്കൂടി തെറ്റിയാലും ഉമ്മ ഞാൻ ആ വെള്ളം കാണാൻ പോട്ടെ എന്ന് പറഞ്ഞ അയക്കരുത്. അത്ര പറയണുള്ളൂ, അയക്കരുത്. മക്കള് പല തന്ത്രപരമായിട്ട് പറയും. പക്ഷെ നല്ല സൂക്ഷിച്ചോളൂ. നമ്മളെ മക്കള് നമ്മളെ കണ്ണ് വെട്ടിച്ചെങ്കിലും പോവും. പാടത്തുക്കും കുയിലും എവിടേക്കും പറഞ്ഞേക്കണ്ട. നമ്മള് ഇമ്മാര് കൂടെ ഉണ്ടായാലും തന്നെ പേടിയാണ്. ഒരു ചെക്കപ്പനെ മീൻ തരാന്ന് വിളിച്ചതിന് ശേഷം പോക്കില്ല. അപ്പൊ അതേമാതിരി നിങ്ങൾ ആരും പോരുത്, കുട്ടികളാരും. ഇവനെ ഞാൻ പറഞ്ഞേക്കൂലക്ക് പേടിയാണ്. നമ്മൾ അറിയാതെ പോവും. നമ്മുടെ കണ്ണ് വെട്ടിച്ചു പോയി. നമ്മളെ മക്കളൊന്നും നല്ല ശ്രദ്ധിക്കുക. ഈ ഒരു മഴയും വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഉമ്മ ഞപ്പ വരാറിന് പോവും. ഞാൻ എല്ലാവരും ഓല് കൂടെ ഉണ്ട്, എന്റെ അങ്ങനെ കൂടെ ഉണ്ട്. ഇവര് എങ്ങനെ ആര് കൂടെ ഉണ്ടായാലും ഇയാളെ കാണാനാവും. ഞങ്ങൾ തിരയും പോകുമ്പോ അവിടെ ഉണ്ടാവും. പേടിയാണ്. എപ്പോഴും തിരയും. എന്താ ഇവന്റെ കൂട്ടുകാരന്റെ വീടിന്റെ അവിടെ താഴെ റാഷിദ് അറിയും. അവന്റെ അടുത്തേക്ക് പോവാൻ എന്നും തിരക്കാണ്. ഞാൻ എക്കൂല, എനിക്ക് പേടിയാണ്. പക്ഷെ അള്ളാന്റെ കഥ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തൂട്ടോ. അപകടം ഉള്ളടത്ത് അത് പറയാൻ പറ്റൂല. പക്ഷെ അള്ള എല്ലാരും കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു ദുരന്തം ആർക്കും തരാതിരിക്കട്ടെ. ഒരു അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റുകളൊക്കെ അല്ലേ ആ ബെല്ലൈക്കൻ അമർത്ത ചെറിയ കമന്റ് നിങ്ങൾ എന്തായാലും ഇടണം. ഇത് ഞങ്ങളാണ്, ഇന്ന ആളാണ്, ഇട്ടോളി. നല്ലതായാലും ആകാത്തായാലും അൽഹംദുലില്ലാഹ് സന്തോഷം. ഓക്കെ ബൈ ബൈ ബൈ.